Production of circularly and elliptically polarized light waves കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. When a plane polarized light is incident on a waveplate at an angle with the optic axis, it is split into two rays, that is known as E ray and O ray. When E ray and O ray emerge out of the waveplates, there is a path difference between them. That means there is a path difference between the E ray and O ray. When these two waves superimpose, we get to circularly polarized or elliptically polarized or plane polarized light wave. That result depends upon the waveplates and the angle of incidence of the plane polarized light. Plane polarized light and the angle of incidence നമ്മൾ ഉപയോഗിച്ച waveplates അനുസരിച്ചാണ് ഇവ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആണോ സർക്കുലർലി പോളറൈസ്ഡ് ആണോ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണോ നമുക്ക് കിട്ടുന്നത് എന്ന് തീരുമാനിക്കുക. നമ്മൾ അതിൻ്റെ ജനറൽ തിയറിയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് E0 ബി ദ ആംപ്ലിറ്റ്യൂഡ് of the electric field vector of the plane polarized light falling on the waveplates at an angle phi ആണ് with the z axis. Z axis ആയിട്ടാണ് നമ്മൾ ആംഗിൾ കൺസിഡർ ചെയ്യുന്നത്. We assume the z axis to be along the optic axis. കാരണം optic axisലൂടെ നമ്മൾ എടുക്കുന്നതാണ് z axis ആയിട്ട് വരുന്നത്. Such a beam can be assumed to be superposition of two linearly polarized beam vibrating in phase. ആ ഫേസിലായിരിക്കും അങ്ങനത്തെ രണ്ട് ലീനിയർലി പോളറൈസ്ഡ് വേവിൻ്റെ സൂപ്പർ പൊസിഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് പോളറൈസ്ഡ് അലോങ് y ആൻഡ് z ഡയറക്ഷൻ വിത്ത് ആംപ്ലിറ്റ്യൂഡ് E0 sin phi ആൻഡ് E0 cos phi റെസ്പെക്റ്റീവ്ലി. അപ്പോൾ y ആക്സിസിലൂടെ E0 sin phi ആയിട്ട് z ആക്സിസിലൂടെ E0 cos phi ആയിട്ട് വരും. z കമ്പോണൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് E0 cos phi passes as an extraordinary beam propagating with a velocity c by mu e ആയിട്ടുള്ള E ray ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതേപോലെ y കമ്പോണൻറ്റ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ E0 sin phi ആണ്. അത് ഓർഡിനറി റേ ആയിട്ട് c by mu o എന്നുള്ള വെലോസിറ്റിയോട് കൂടി പാസ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി mu ഇയും mu oയും ഈക്വൽ അല്ലാത്തതുകൊണ്ട് രണ്ട് വേവും തമ്മിൽ ഡിഫറെൻറ്റ് വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ എന്തുണ്ടാകും, ക്രിസ്റ്റലിന് പുറത്തേക്ക് വരുമ്പോൾ ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. ഇനി നമ്മൾ പ്ലെയിൻ x ഈസ് ഈക്വൽ ടു 0 സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ക്രിസ്റ്റൽ എടുക്കുകയാണെന്ന് എഴുതുക. ദ ക്രിസ്റ്റൽ ഇൻ വിച്ച് ദ പ്ലെയിൻ വേവ് പോളറൈസ്ഡ് ബീം ഈസ് ഇൻസിഡൻറ്റ്. അവിടെ y കമ്പോണൻറ്റ് z കമ്പോണൻറ്റ് നമ്മൾ ജനറലായിട്ട് x ആണ് എടുക്കുന്നതെങ്കിൽ EY ഈസ് ഈക്വൽ ടു E0 sin phi cos of kx minus omega. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. Ez എന്ന് പറയുന്ന E0 cos phi of cos kx minus omega t എന്ന് കിട്ടും. k എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേവ് വെക്ടർ, വേവ് നമ്പർ k is equal to omega by c ആണ്. വേവിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷനാണ്. ഇനി അറ്റ് x is equal to 0 ആകുമ്പോൾ എന്തായിരിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ EY is equal to എന്തായിരിക്കും, ഈ ടേം 0 ആകും. cos of minus omega t ഇവിടെ മൈനസ് x 0 ആകുമ്പോൾ മൈനസ് k of minus omega t എന്നുള്ളത്. അപ്പോൾ രണ്ടുകൊണ്ടും കോസിൻ്റെ മൈനസ് വന്നാലും പ്ലസ് വന്നാലും ഒരേ വാല്യൂ ആയതുകൊണ്ട് നമ്മളിവിടെ cos omega t എന്ന് cos omega t. ഇനി ഇൻസൈഡ് ദ ക്രിസ്റ്റൽ അറ്റ് എനി പോയിന്റ് x ആണ്. അവിടെ നമ്മൾ ഈ വൈക്ക് നമ്മൾ k1 ആയിരിക്കും. ഈ കോൺസ്റ്റൻ്റ് ആണ്. അത് ഡിപ്പെൻഡ് ഓൺ വേവ് ലെങ്ത്. അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. k1 ആണ് എടുക്കുക. Ez ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് k2 എന്ന് എടുക്കും. ഇത് ഓറയും ഈ റേ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ k1 എന്ന് പറയുന്നത് k2 എന്ന് പറയുന്നതും ഓറയുടെയും ഈ റേയുടെയും വേവ് വെക്ടർ ആണല്ലോ. ഇനി k വേവ് വെക്ടറിൻ്റെ നമുക്ക് ലാംഡയാണ് വേവ് ലെങ്ത് എങ്കിൽ 2π ലാംഡ ആണല്ലോ. അപ്പം ഈ നെയറാണ് സാധാരണ നമ്മൾ ആ ഡെഫിനിഷൻസ് നമ്മൾ കൊടുക്കുന്നത്. k1 എന്തായിരിക്കും, 2π ലാംഡ1 ആയിരിക്കും. ഈ ലാംഡ1 എന്ന് പറയുന്നത് ഓറയ്ക്ക് അനുഭവപ്പെടുന്ന വേവ് ലെങ്ത് ആണ്. അത് ലാംഡ1 ഈസ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ ഒ ആണല്ലോ. അപ്പോൾ k1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 2π ലാംഡ ബൈ മ്യൂ ഒ ആയിരിക്കും. അപ്പം ഈ മ്യൂ ഒ ന്യൂമറേറ്റർ വന്ന മ്യൂ ഒ ഇൻറ്റു 2π ലാംഡ ആണ്. ഇനി 2π ലാംഡ പറഞ്ഞാൽ എന്താ, k അല്ല. സോ k1 എന്ന് പറയുന്നത് മ്യൂ ഒ ഇൻറ്റു k എന്ന് കിട്ടും.
ഇതേപോലെ K2 എന്ന് പറയുന്നത് എന്തായിരിക്കും, മ്യൂക്ക് പകരം ഇറേക്ക് ആയതുകൊണ്ട് മ്യൂ ഇ കെ എന്ന് കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഫോർ ഇ വൈയും ഇ സെഡ് എന്തായി മാറും, E0 sin phi cos of mu 0 kx minus omega t. Ez എന്ന് പറയുന്നത് E0 into cos phi cos of mu e kx minus omega t എന്ന് വരും. ഇനി ക്രിസ്റ്റലിന്റെ എൻഡിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും, ആ തിക്നെസ് ഡി എടുക്കുകയാണെങ്കിൽ എക്സിന് പകരം നമുക്ക് ഡി വരും രണ്ടോടൊപ്പം. അതുകൊണ്ട് നമ്മുടെ ഇ വൈ എന്ന് പറയുന്നത് പുറത്തേക്ക് വരുമ്പോൾ എന്തായി മാറും, മ്യൂ 0 കെ ഡി ആയിട്ടും മ്യൂ ഇ കെ ഡി ആയിട്ടും വരും. ഇനി നമ്മൾ മ്യൂ ഒ കെ ഡിക്ക് പകരം തീറ്റ ഒ എന്നും മ്യൂ ഇ കെ ഡിക്ക് പകരം തീറ്റ ഇ എന്നും കൊടുക്കുക. ഇനി തീറ്റ ഒ മൈനസ് തീറ്റ ഇ എന്ന് പറയുന്നത് തീറ്റ ആക്കിയിട്ട് എടുക്കുക. അത് തീറ്റ എന്ന് വായിക്കണേ, തീറ്റ. അങ്ങനെ വരുമ്പോൾ ഇ വൈ ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, തീറ്റ ഒ മൈനസ് ഒമേഗ ടി എന്നും തീറ്റ ഇ മൈനസ് ഒമേഗ ടി നമ്മൾ ഇ വൈയുടെയും ഇ സെഡിൻ്റെയും ഇക്വേഷൻസ് മാറും. ഇനി നമ്മൾ ആർബിട്രറി വാല്യൂ ആയിട്ട് നമ്മൾ ഈ ടി എന്ന് പറയുന്നത് തീറ്റ ഇ മൈനസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഇ ബൈ ഒമേഗ എന്നുള്ള നമ്മൾ ഷിഫ്റ്റ് കൊടുക്കുക. നമ്മൾ ആംഗിളിന് ഇങ്ങനെ റൊട്ടേഷനിൽ നമ്മളിങ്ങനെ ആംഗിൾ കൊടുക്കും വേവിൻ്റെ കേസ്. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഒമേഗ ഇൻറ്റു തീറ്റ ടി പ്ലസ് തീറ്റ ഇ ബൈ ഒമേഗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഈ എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞാൽ ഒമേഗ ടി എന്ന് അവിടെ ഉണ്ടാവും. ബാക്കി ഒമേഗ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൈനസ് തീറ്റ ഇ ഉണ്ടാവും. തീറ്റ ഒ മൈനസ് തീറ്റ ഇ എന്ന് പറയുന്നത് തീറ്റ ആയതുകൊണ്ട് ഇക്വേഷൻസ് തീറ്റ മൈനസ് ഒമേഗ ടി വരും. അതേപോലെ നമ്മളിവിടെ കൊടുത്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒമേഗ ടി ആവും, തീറ്റ ഇയും തീറ്റ ഇയും കട്ട് ചെയ്ത് പോകും. സോ നമ്മുടെ ഇക്വേഷൻ ഇ വൈ എന്ന് പറയുന്നത് ഇ ഒ സൈൻ ഫൈ കോസ് ഓഫ് തീറ്റ മൈനസ് ഒമേഗ ടി എന്നും ഇ സെഡ് എന്ന് പറയുന്നത് E0 കോസ് ഫൈ കോസ് ഒമേഗ ടി എന്നുണ്ട്. ഈ രണ്ട് വേവും കൂടിയാണ് നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓറേ എന്നും ഇത് നമുക്ക് ഇറേ എന്നും വിളിക്കാൻ പറ്റും. സെഡിനെ നമുക്ക് ഓറേ എന്നും ഇത് നമുക്ക് ഇറേ എന്നും വിളിക്കാൻ പറ്റും. ഇനി ഇത് രണ്ടും കൂടി പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു അത് ഏതാണോ വരുന്നത് അനുസരിച്ചത് ഫൈ എൻ്റെ ആംഗിളിനെയും തീറ്റയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സർക്കുലറി പോളറൈസ്ഡ് ആണോ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആണോ പ്ലെയിൻ പോളറൈസ്ഡ് ആണോ നമുക്ക് ഔട്ട്പുട്ട് പറയാൻ പറ്റും. ആ 3 കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് സർക്കുലറി പോളറൈസ്ഡ് കേസ് നമ്മൾ എടുക്കണം. അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 45 എടുക്കുക. ഇനി ഇത് ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഫാക്ടർ അതാണ്. അത് ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആകുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ പൈ ബൈ 2 ആയിരിക്കും. ലാംഡ ബൈ 4 വരുമ്പോൾ പൈ ബൈ 2 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇ വൈ എന്നാണ് കേട്ടോ. E0 സൈൻ നമ്മുടെ വാല്യൂ സൈൻ പൈ ബൈ 4 എന്നും കോസ് പൈ ബൈ 2 മൈനസ് ഒമേഗ ടി എന്ന് വരും. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇ വൈ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ സൈൻ പൈ ബൈ 4 എന്നാൽ സൈൻ 45ൻ്റെ 1/√2 ആണ്. അപ്പോൾ E0 ബൈ √2. അതുപോലെ കോസ് പൈ ബൈ 2 മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ 5 വരും. അതുപോലെ ഇത് ഈ വൈ ആണ് കേട്ടോ. അതുപോലെ ഇ സെഡ് ഈസ് ഈക്വൽ ടു E0 കോസ് പൈ ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ ടി എന്നല്ലേ വരിക. ഇതിൻ്റെ വാല്യൂ എന്താ, 1/√2 ആണ്. അപ്പോൾ ഇ സെഡ് ഈസ് ഈക്വൽ ടു E0 ബൈ √2 ഇൻറ്റു കോസ് ഒമേഗ ടി. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, E0 സ്ക്വയർ ബൈ 2 സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നും ഇ സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു E0 സ്ക്വയർ ബൈ 2 ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ ടി എന്നും കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇ വൈ സ്ക്വയർ പ്ലസ് ഇ സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നൊന്നും 1 അല്ല, E0 സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഇതെന്തിന് ഇക്വേഷനാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. അതുകൊണ്ട് ഈ കണ്ടീഷൻസ് വരികയാണെങ്കിൽ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഫസ്റ്റ് കേസ്. സർക്കുലർലി ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഫൈ എന്തായിരിക്കണം, തീറ്റ എന്തായിരിക്കണം, ഫൈ പൈ ബൈ 4 ആയിരിക്കണം, തീറ്റ പൈ ബൈ 2 ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് എലിപ്സ് ആണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്താ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ സെഡ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നാണ് എലിപ്സിൻ്റെ ഇക്വേഷൻ. അതേപോലെ കിട്ടും നമുക്ക്. അപ്പോൾ അവിടെ നമ്മൾ ആംഗിൾ ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 അല്ലാത്തൊരു ആംഗിൾ ബിറ്റ്വീൻ 0 ആൻഡ് 90 എടുക്കുക. ക്വാർട്ടർ വേവ് പ്ലേറ്റിന് എടുക്കുക. അതോട് തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എന്തായി മാറും,
ഇവിടെ സൈൻ ഫൈ തന്നെയാണ് ഉണ്ടാവുക, കോസ് ഫൈ തന്നെ ഉണ്ടാവുക. ഇവിടെ നമുക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, സൈൻ ഫൈ പിന്നെ പൈ ബൈ തീറ്റ മൈനസ് ഒമേഗ ടി അല്ലേ, അത് സൈൻ ഒമേഗ ടി തന്നെ വരും. ഇവിടെ തന്നെ ഉണ്ടാവും, ഈ വാല്യൂ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഈ 0 സൈൻ ഫൈക്ക് പകരം എ കൊടുക്കണം. അപ്പോൾ ഈ വൈ ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, എ സൈൻ ഫൈ എന്ന് കിട്ടും. അതുപോലെ ഇ സെഡ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, ബി കോസ് ഒമേഗ ടി എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇ വൈ ബൈ എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നും ഇ സെഡ് ബൈ ബി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടിയും കൊടുക്കാം. നേരത്തെ ചെയ്തപ്പോൾ തന്നെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ ഇ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ഇ സെഡ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇത് നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷനാണ്. അതുകൊണ്ട് സെമി ആക്സിസ് മേജർ ആക്സിസ് എയും മൈനർ ആക്സിസ് ബിയും ആണെങ്കിൽ ഇത് എലിപ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇത് ഫോം ചെയ്യുന്നതായിരിക്കും എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും എന്ന് അർത്ഥം. This means that we get an elliptically polarized light wave in YZ plane. വായിച്ചു നോക്കുക, ഡൗട്ടുകളൊക്കെ ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. ഞാൻ ഇടപെടേണ്ടതാണെങ്കിൽ എന്നോട് പരമാവധി ഇന്നത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കേസ് 3 നോക്കൂ. ഇവിടെ നമ്മൾ വെൻ ഫൈ എന്ന് പറയുന്ന ഫസ്റ്റ് കേസ് പോലെ തന്നെ പൈ ബൈ 4 എടുക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നമ്മൾ ഹാഫ് വേവ് പ്ലേറ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും, ഇ വൈ ഇസ് ഈക്വൽ ടു ഇ 0 ഇൻറ്റു ഇവിടെ സൈൻ 5 ബൈ ഇതാണ് നമ്മൾ വരിക, സൈൻ 45 വരുമ്പോൾ 1/√2 വരും. മറ്റത് സൈൻ നമുക്ക് എന്താ വരിക, ഫസ്റ്റ് കേസിൽ കോസ് പൈ ബൈ ഒമേഗ ടി എന്നല്ല വരിക, കോസ് പൈ ബൈ ഒമേഗ ടി എന്ന മൈനസ് കോസ് ഒമേഗ ടി എന്ന് വരിക തേർഡ് ക്വാർട്ടറിൽ വരുമ്പോൾ. അപ്പോൾ മൈനസ് ഇ 0/√2 കോസ് ഒമേഗ ടി എന്ന് വരും. അതുപോലെ ഇ സെഡ് എന്ത് വരും, ഇ 0/√2 കോസ് ഒമേഗ ടി എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് മൈനസ് ഇ 0/√2 കോസ് ഒമേഗ ടി എന്നും മറ്റത് ഇ 0√2 കോസ് ഒമേഗ ടി. അപ്പോൾ ഇത് രണ്ടിനും കൂടി റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും രണ്ടും. അപ്പോൾ ഒന്നിൽ മൈനസ് വന്നതുകൊണ്ട് ഇവ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും, സെഡ് ആക്സിസിൽ 135 ഡിഗ്രി ഉണ്ടാകുമ്പോഴാണ് മൈനസ് ഒമേഗ ടി മൈനസ് വരിക. അപ്പോൾ ഇത് തമ്മിൽ, അപ്പോൾ ഇത് ഉള്ള ആംഗിളും ഇതുള്ള ആംഗിളും നമുക്ക് എന്തായിരിക്കും 135 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് എത്രയാണോ ആംഗിൾ ഉണ്ടാക്കുന്നത് 45 ആണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ 90 ഡിഗ്രിയും കൂടി ആയിട്ടായിരിക്കും അടുത്ത ആൾ പോവുക. അപ്പോൾ അവ തമ്മിൽ എന്തുണ്ട്, ഹാഫ് ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. ഒന്നാമത്തെ ഓൾറെഡി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്, 45ൽ പോവും സെഡ് ആക്സിസിലൂടെ. ഇനി വൈ ആക്സിസിലൂടെ ഉള്ളത് എന്ത് ചെയ്യും, 90 ഡിഗ്രി, that is 135 ഡിഗ്രിയിലും പോകും. അപ്പോൾ രണ്ടും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ മെത്തേഡായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഇതാണ് തിയറി നമ്മൾ പറഞ്ഞത്, മാത്തമാറ്റിക്കൽ തിയറി ഉപയോഗിച്ചിട്ട് 3 കേസും നമ്മൾ പറഞ്ഞു. ഇനി പ്രൊഡക്ഷൻ ഓഫ് സർക്കുലർ പോളറൈസിൻ്റെ ഒരു ബ്രീഫിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ബ്രീഫിംഗ് ആണ് ചെയ്തത്. മോണോക്രോമാറ്റിക് അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ എ പോളറൈസർ. എക്സാമ്പിളാണ് പോളറൈഡ്സ്, നിക്കോൾ പ്രിസം, ടെർമലൈൻ, ഇതൊക്കെ എക്സാമ്പിളാണ് പോളറൈസർ. The emerging light will be plain polarized ആയിരിക്കും. അൺപോളറൈസ്ഡ് പ്ലെയിൻ പോളറൈസ്ഡ് ആക്കുകയാണെന്ന് പോളറൈസറിൻ്റെ പണി. This plain polarized light is made to incident on a quarter wave plate at an angle 45 with the optic axis. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസ്, the plain polarized light is incident on the quarter wave plate split into quarter wave plate ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്തായിരിക്കും, ക്രിസ്റ്റലിന് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും, വിൽ ഹാവ് എ പാത്ത് ഡിഫറൻസ് λ/4 or ഫേസ് ഡിഫറൻസ് നമ്മൾ തീറ്റ ഈക്വൽ ടു π/2 എടുത്തത്. The two rays are linearly polarized in mutually perpendicular direction. When they combine, they produce circularly polarized waves. ഇതാണ് നമ്മൾ ഫസ്റ്റ് കേസ് ഉണ്ടാക്കാനുള്ളത്. തിയറി ഇല്ലാതെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് എലിപ്റ്റിക്കൽ ആണെങ്കിലോ 45 അല്ലാത്ത ഡിഗ്രിയിൽ നമ്മൾ ഹാഫ് വേവ് പ്ലേറ്റ് ഉപയോഗിക്കും. ഇനി അത് നമുക്ക് അതാണ് 2 മെത്തേഡ് എന്ന് പറയുന്നത്. ഹാഫ് വേവ് പ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 2 ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആണ്, വീണ്ടും പോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് കിട്ടും, 2 നൈറ്റ് കിട്ടും. ഇനി ഡിറ്റക്ഷൻ ഓഫ് പ്ലെയിൻ സർക്കുലർ ആൻഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. നമ്മുടെ കണ്ണിന് ഇത് ഏത് പോളറൈസ്ഡ് ലൈറ്റ് ആണ്, എങ്ങനത്തെ ലൈറ്റ് ആണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇത് നല്ല പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്, സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്, എലിപ്റ്റിക്കൽ പോളറൈസ്ഡ് ഉണ്ട്. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്രമീകരണം ഉപയോഗപ്പെടുത്താൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. We have seen that there are 3 types of the polarization. They are ഒന്ന് പ്ലെയിൻ പോളറൈസേഷൻ, 2 സർക്കുലർലി പോളറൈസേഷൻ, 3ാമത്തെ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. But our eye cannot distinguish the different polarization. However,
using a polarizer and quarter wave plate. The type of the polarization can be determined. അപ്പോൾ ഒരു പോളറൈസറും ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റ്സ് ഉപയോഗിച്ച് നമുക്കിത് ഏത് ടൈപ്പ് പോളറൈസേഷൻ അവിടെ സംഭവിച്ചത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എൻ്റെ ഐഡിയകളാണ് പറയുന്നത്. The light of unknown polarization allowed to fall normally on the polarizer. Then the polarizer is slowly rotated. എന്നിട്ട് polarizer നമ്മൾ rotate ചെയ്യാം through a full circle. And the intensity of the transmitted light is observed. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കറക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇൻറ്റൻസിറ്റി നിരീക്ഷിക്കുക. If the intensity of the transmitted light is extinguished twice in one full rotation of the polarizer. അപ്പോൾ polarizer നമ്മൾ ഫുള്ള് കറക്കുമ്പോൾ 360 ഡിഗ്രി കറക്കുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ ട്രാൻസ്മിറ്റർ ലൈറ്റ് നമുക്ക് ഇൻറ്റൻസിറ്റി 0 ആവുന്നു, കെട്ടുപോവുക എന്നാണ് പറഞ്ഞത്. തീരില്ലാതെ പോവുക, വിളക്ക് കെട്ടുപോകുന്നു, തിരി ഇല്ലാതെ പോകണ പോലെ ഇൻറ്റൻസിറ്റി 0 ആവുക എന്നർത്ഥം. ദെൻ ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് പ്ലെയിൻ പോളറൈസർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോളറൈസറിൽ വന്ന ലൈറ്റ് എന്താ? പ്ലെയിൻ പോളറൈസർ ലൈറ്റാണ്. ഇനി if the intensity of the transmitter light varies between a maximum and a minimum, പക്ഷേ does not become extinguished in any position of the polarizer. Intensity 0 ആവുന്ന ഒരു കണ്ടീഷനില്ല, മാക്സിമം മിനിമം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ then the incident light is either elliptically polarized or partially polarized. അങ്ങനെയാണെങ്കിൽ അത് elliptically polarized ആയിരിക്കും, അല്ലെങ്കിൽ partially polarized ആയിരിക്കും. അൺപോളറൈസ്ഡിൽ പോളറൈസോട് ചേർന്ന പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കെട്ടുപോകുന്നില്ല എങ്കിൽ അത് ലീനിയർലി എലിപ്റ്റിക്കലി പോളറൈസ്ഡോ അല്ലെങ്കിൽ പാർഷ്യലി പോളറൈസ്ഡോ ആയിരിക്കും. 2 പ്രാവശ്യം അത് കെട്ടുപോകുന്നു, മിനിമം ഇൻറ്റൻസിറ്റിയിലേക്ക് വരുന്നു, 0 ഇൻറ്റൻസിറ്റിയിലേക്ക് വരുന്നെങ്കിൽ അത് പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. ഇനി അടുത്തൊരു പോയിന്റ്, ഇഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ട്രാൻസ്മിറ്റഡ് ലൈറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് ഓൺ റൊട്ടേഷൻ ഓഫ് ദ പോളറൈസർ, then the incident light is circularly polarized or unpolarized. ഇനി നമ്മളിങ്ങനെ കറക്കുമ്പോൾ ഇൻറ്റൻസിറ്റിക്ക് ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ ഒന്നുകിൽ അത് സർക്കുലർലി പോളറൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. ഇതാണ് അടുത്തൊരു അടയാളം. ഇനി in the above 2 cases, to confirm whether it is partially circularly or elliptically polarized, we can make use of the quarter wave plate. ഇനി quarter wave plate ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ 4 സ്റ്റെപ്പ് വരുന്നതിൽ ഏതാണെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അതിൻ്റെ മെത്തേഡുകളാണ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എലിപ്റ്റിക്കൽ പോളറൈസ്ഡ് ആൻഡ് പാർഷ്യലി പോളറൈസ്ഡ്, ദ ലൈറ്റ് ഈസ് ഫസ്റ്റ് മേഡ് ടു ഇൻസിഡൻറ്റ് ഓൺ എ ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആൻഡ് ദെൻ പാസ് ത്രൂ എ പോളറൈസർ. ക്വാർട്ടർ വേവ് പ്ലേറ്റിൽ എൻ്റർ ചെയ്തിട്ട് നമ്മൾ അതിന് പുറത്തേക്ക് വരുന്നതിനെ പോളറൈസർ കറക്കാം. ഇഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ്, ദ ക്വാർട്ടർ വേവ് പ്ലേറ്റ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഇതിന്ന് പോളറൈസറിലേക്ക് വരുന്നത് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആണെങ്കിൽ ക്വാർട്ടർ വേവ് പ്ലേറ്റ് അതിനെ എന്താക്കി മാറ്റും? പ്ലെയിൻ പോളറൈസ്ഡ് ആക്കി മാറ്റും. വെൻ ദിസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇസ് പാസ് ത്രൂ ദ പോളറൈസർ, വീണ്ടും നമ്മൾ പോളറൈസർ ലൈറ്റ് ഇറ്റ് വുഡ് ബി എക്സ്റ്റിങ്വിഷ്ഡ് ട്വൈസ് ഇൻ ഫുൾ റൊട്ടേഷൻ ഓഫ് ദ പോളറൈസർ. പോളറൈസർ 2 പ്രാവശ്യം കറക്കുകയാണെങ്കിൽ അത് നേരത്തെ പോലെ 0 ഇൻറ്റൻസിറ്റിക്ക് 2 പ്രാവശ്യം എടുക്കും. ഓൺ ദ അതർ ഹാൻഡ് അങ്ങനെ ഇല്ലെങ്കിലോ, ഇഫ് ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി വേരീസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം without becoming 0, then the incident light is partially polarized. അതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സർക്കുലർലി പോളറൈസ്ഡ് ആൻഡ് പാർഷ്യലി പോളറൈസ്ഡ് ആണെങ്കിൽ ലൈറ്റ് ഈസ് ഫസ്റ്റ് മേഡ് ടു ഇൻസിഡൻറ്റ് ഓൺ എ ക്വാർട്ടർ വേവ് പ്ലേറ്റ്, then it is allowed to pass through the polarizer. നേരത്തെ ചെയ്ത പോലെ തന്നെ. If the incident light is circularly polarized, the quarter wave plate convert it into plain polarized light also. When this plain polarization passes through the polarizer, it would be completely extinguished twice in one full rotation of the polarizer. ഒരു പ്രാവശ്യത്തിൽ ഫുള്ളായിട്ട് കെട്ടുപോകുന്നുണ്ടെങ്കിൽ. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് അൺപോളറൈസ്ഡ്. ഇത് ഷോർട്ട് ആൻസർ ആയിട്ടും എസ്സേയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ തിയറി സാധാരണ ഒരു എസ്സേ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ഒരു ഗൗരവത്തോടു കൂടി നമുക്ക് കാണാം എങ്ങനെയാണ് സർക്കുലർലി പോളറൈസ്ഡ്, എലിപ്റ്റിക്കലി പോളറൈസ്ഡ്, പ്ലെയിൻ പോളറൈസ്ഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ തിയറിറ്റിക്കൽ അപ്രോച്ചും കൂടിയാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ഇതിലെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾ, പ്ലെയിൻ polarized light falling normally on a quarter wave plate. What will be the nature of the emergent light if the plane of the polarization of incident light make an angle 45 with the principal plane of the quarter wave plate? 45 degree ആണ് quarter waves ആണ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ അതിൻ്റെ നേച്ചർ ഓഫ് ദ എമർജൻറ്റ് ലൈറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇൻസിഡൻറ്റ് ബീം ക്യാൻ ബി റെപ്രസെൻറ്റ് ബൈ ജനറൽ നമ്മൾ തിയറി പോലെ EX ആയിട്ട് ഇവിടെ 45 ആണ്. അപ്പം ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ EX ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? ഈ 0 ഡിവൈഡ് ബൈ √cos kx - ωt എന്ന് കിട്ടും.
അതേപോലെ EY ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഇതേപോലെ തന്നെ E0/√2 sin kx മൈനസ് ഒമേഗ ടി എന്നും കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, EX² + EY² ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 0²/2 എന്ന് കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്താ, സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടും. EX/EY സിമിലർ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് cos kx ആയിരിക്കും വരുന്നത്. cos kx പ്ലേറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് അടുത്ത വിവരം നോക്കൂ. കാൽക്കുലേറ്റ് ദ തിക്നെസ് ഓഫ് കാൽസൈറ്റ് ഷീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ പ്ലെയിൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ടു സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. μi ഈസ് ഈക്വൽ ടു μ ഈസ് ഈക്വൽ ടു ലാംഡ ഈസ് ഈക്വൽ ടു തന്നിരിക്കും. ഇപ്പം എങ്ങനെ ചെയ്യാം നമുക്ക്, the plane polarized light on the traversing through the plate will become polarized light when T into mu O minus mu is equal to n lambda by 4 ആണ് സമയത്താണ് നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഓഡ് n അങ്ങനെയാവും. T ഈക്വൽ ടു n ഈക്വൽ ടു ഓഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ T ഈക്വൽ ടു നമുക്ക് എന്നിട്ട് n ലാംഡ ഡിവൈഡ് ബൈ mu0 mu O മൈനസ് mu e ഇൻറ്റു 4 എന്ന് കിട്ടും. ആ വാല്യൂ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും, ഈ വാല്യൂസ് കിട്ടും. ഇപ്പോൾ n ന് 1 കൊടുക്കുകയാണെങ്കിൽ T1 അത് കിട്ടും, n ന് 3 കൊടുക്കുകയാണെങ്കിൽ ഈ വാല്യൂ കിട്ടും, n ഈസ് ഈക്വൽ ടു 5 കൊടുക്കുക. അപ്പോൾ ഈ തിക്നെസ്സിലൊക്കെ നമുക്ക് എന്ത് കിട്ടും, പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും എന്നാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്.